Good morning. Sorry, good afternoon. കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കുന്നുണ്ട്. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Good ma'am. afternoon. മാമിനെ കാണാനില്ലല്ലോ. Good afternoon. Prayer start ചെയ്തോളൂ. Prayer. Prayer ആരാണ്? Prayer ആരാണ്? ഞാനാണ് ശിൽജി. Okay. Welcome, Holy Spirit. We are in your presence. Fill us with your power. Make and power in you. You are the living water, ever loving fountain, comfort and confidence, make complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Okay. Thought of the day. മാം തോട്ട് ഓഫ് ദ ഡേ ഞാനാണ്. പബ്ലിക് സ്പീച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പബ്ലിക് സ്പീച്ച് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ഐ ഫേസ്. Standing in front of an audience, knowing that all eyes are on me, makes me incredibly nervous. What if I make a mistake? These thoughts used to hold me back. But now I am learning to change my mindset. Instead of focusing on my fear, I focus on my message. Instead of worrying about mistakes, I remind myself that no one is perfect. The more I practice, the more comfortable I become. I know that with time I will improve. Thank you. Okay. Sign in. Sign in ആരാണ്? ആരുമില്ല. Sign in ചെയ്യാൻ ആരുമില്ല. സൈൻ ആയില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ വേണം. ഇല്ല. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. വീണ്ടും കിളിമകൾ വന്നില്ലേ. കുഹു 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 കുഹു, ഞാനൊന്നു പാടാം കുയിലേ പോയി വരാം. കുഹു കുഹു, ഞാനൊന്നു പാടാം കുയിലേ പോയി വരാം. കുറുമ്പു കാട്ടി കുറുമ്പു കാട്ടി പറന്നുവോ നീ, നിന്നോട് കൂട്ടില്ല. ഓലേ ഞാലി പോരൂ, ഓലേ ഞാലി പോരൂ, നിനക്കൂരു ഞാലിട്ടു തരാം.
ഞാലിപ്പൂവിൻ തേൻ കുടിച്ചു വരാം ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ വീണ്ടും കിളിമകൾ വന്നില്ലേ. സൈനിങ് സുജിഷ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ പാട്ട്. കുറച്ച് കുട്ടികളൊന്നും കയറിയാക്കട്ടെ കേട്ടോ. Okay, good afternoon to all. Good afternoon. ma'am. Good afternoon. നമ്മളിന്ന് വേറൊരു സെഷൻ ആണ് ചെയ്യുന്നത്. ക്ലാസ് അല്ല, ആക്ടിവിറ്റി ആണ്. ലൈവ് ആയിട്ടൊരു ആക്ടിവിറ്റി ചെയ്യാണ്. റെഡിയാണോ? ഗുഡ് ആഫ്റ്റർനൂൺ സുജന. Yes, ma'am. ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ആക്ടിവിറ്റി ചെയ്തായിരുന്നോ നിങ്ങൾക്ക്? ഇതുവരെയുള്ള ക്ലാസ്സിൽ ആരെങ്കിലും ആക്ടിവിറ്റി ചെയ്തിരുന്നോ? കുറച്ച് ഉറക്കം പറയാമോ? ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. അതല്ല, ലൈവ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇംഗ്ലീഷ് ചെറിയൊരു ഡിബേറ്റ് പോലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷില്. ടോപ്പിക് ഏതായിരുന്നു? ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും ഏതിനെയാണ് നിങ്ങൾ അനുകൂലിക്കണിച്ച അതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ. നമ്മളിന്നിപ്പോ ചെയ്യുന്നത് ഒരു ഇമാജിനറി ആക്ടിവിറ്റി ആണ്. ഇതുപോലത്തെ തന്നെ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, ഇതാണ് ടോപ്പിക്. ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസത്തെ കുറിച്ചിട്ട് ഒരു മൊമെന്റ് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അല്ലെ? ആ മൊമെന്റിനെ കുറിച്ചിട്ട് ഒരു അധികം സമയം എടുക്കുക, നമ്മളൊരു ബ്രീഫായിട്ട് പറയാൻ പറ്റണം. കാരണം നമുക്ക് ഇന്ന് മാക്സിമം കുട്ടികളെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ പറയുമ്പോ എന്താണ്, നിങ്ങളുടെ ആ ദിവസത്തെ കുറിച്ചിട്ട് ആ മൊമെന്റിൽ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മൊമെന്റ് ആഘോഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയാണെന്ന് നിങ്ങളത് ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു നിമിഷം നിങ്ങൾ എങ്ങനെയത് അക്സെപ്റ്റ് ചെയ്തു, അതിനെ കുറിച്ചിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ്, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയസ്റ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, ഞാൻ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷോ മലയാളമോ ഏത് വേണമെങ്കിലും പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ പേര് വിളിക്കട്ടെ? പേര് വിളിക്കട്ടെ? അടുത്തിടെ സംഭവിച്ച കാര്യം അങ്ങനെ പറഞ്ഞാൽ മതിയോ? നമുക്കിപ്പോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോരെ? ഹാപ്പി ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റിനെ കുറിച്ച് എക്സ്പ്രസീവ് ആയിട്ട് പറയണം. ഞാൻ പേര് വിളിക്കാം. ദേവിക സിവി. ദേവിക സിവി. ദേവിക കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ ദേവിക. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കേൾക്കുന്നില്ലേ മിസ്സേ? ഹലോ, പറഞ്ഞോളൂ. ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഡെലിവറി കഴിഞ്ഞ് എന്റെ കുഞ്ഞിനെ കണ്ട ആ ഒരു
മൊമെന്റ് ആണ്. കാരണം ഡെലിവറിക്ക് കോംപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. ഡെലിവറി കഴിഞ്ഞ് ബേബി ആണെന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് ആണ് എന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ഓക്കെ, ഇത്രയുള്ളൂ പറയാൻ. ഇത്രേ ഉള്ളൂ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു നെക്സ്റ്റ് മാം. സുറുമി തസ്ലിം യെസ് മിസ്. പറയൂ. എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ മോളുടെ മൂക്കിലൊരു മറുകുണ്ടായിരുന്നു. അത് വലുതായി വന്നോണ്ടിരുന്നപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട്. എല്ലാവരും കളിയാക്കും ഇത് മൂക്കുത്തിയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് കരിച്ചു കളയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഓപ്പറേഷന് ഡേറ്റ് കിട്ടിയിരുന്നത്. അപ്പൊ ഞാൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പോ ഒരു ചെറിയൊരു പേഴ്സ് അവിടെ കിടക്കണം. ചെറിയ പേഴ്സ്, പണ്ടൊക്കെ ജ്വല്ലറിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു പേഴ്സ്. ഞാൻ അത് നോക്കിയില്ല. പിന്നെ ഞാൻ തുറന്നു നോക്കാം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ. തുറന്നു നോക്കിയപ്പോ ഒരു കളിയിൽ 500 രൂപയും 500 ഒറ്റിനോട്ട് പിന്നെ ഒരു 10ന്റെ തുട്ടൊക്കെ കിടപ്പുണ്ട്. എന്നിട്ട് ഞാനത് കൈപ്പറ്റി നിന്നു അവിടെ തന്നെ, ആരെങ്കിലും അന്വേഷിച്ച് വരട്ടെ എന്ന് ഓർത്തുകൊണ്ട്. എന്നിട്ട് അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞ CCTV ഉണ്ടാവും. അപ്പൊ സെക്യൂരിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, എനിക്കൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതിലിങ്ങനെ 500 നോട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ സെക്യൂരിറ്റി എന്നിട്ട് വേറൊരു സിസ്റ്ററും കൂടി വന്നു. അപ്പൊ ആ സിസ്റ്റർ എന്നിട്ട് അവിടെ കൊടുത്തേൽപ്പിക്കാന്ന് പറഞ്ഞു അവിടെ കൊടുത്തേൽപ്പിച്ചു. ഒരു നഴ്സിന്റെ ഒരു റൂമില്. അപ്പത്തേക്ക് സെക്യൂരിറ്റി എന്നിട്ട് പോയി അന്വേഷിച്ചപ്പോ ഒരു വയസ്സായ ഒരു അമ്മ, നല്ല പ്രായമായ ഒരു അമ്മ, നടക്കാൻ തന്നെ പറ്റണില്ല. ആ അമ്മയുടെ പേഴ്സ് ആയിരുന്നു അത്. എന്നിട്ട് അമ്മേനെ കൂട്ടി വന്നു. എന്നിട്ട് അമ്മയ്ക്ക് ആ പേഴ്സ് വാങ്ങി കൊടുത്തു. അതിന്റെ ഒരു കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കെട്ടി വെച്ചേക്കാണ്. അപ്പൊ അതിനെ സഹായിക്കാൻ വേറെ ഒരു ചേട്ടനുണ്ട് കൂടെ. ആ ചേട്ടനാണ് അമ്മേനെ കൊണ്ടുപോയി ചീട്ടെടുക്കാനും എല്ലാത്തിനും കൂടെ നടക്കുന്നത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഇത് ആരുടെ വീട്ടിലെ അമ്മയായിരിക്കോ, ഒരാള് പോലും കൂടെ വന്നില്ല, ഇത്രയും പ്രായമായ ഒരു അമ്മേനെ ഒറ്റയ്ക്ക് വിട്ടേക്കാണ്. അന്നേരം ആ ചേട്ടനെ അമ്മേനെ സഹായിക്കാനും എല്ലാത്തിനും വന്നത്. എനിക്കും ഭയങ്കര സന്തോഷമായി. ഇത്രയും പ്രായമായ ഒരാളുടെ അത്രയും അവസ്ഥയിലായിട്ടല്ല, അവർക്ക് കൂടെ വരാൻ പോലും ആരും ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ കാരണം അത് അർഹതപ്പെടാത്തവർക്ക് കിട്ടിയില്ലല്ലോ, അർഹതപ്പെട്ട ആൾക്ക് തന്നെ ഉടമസ്ഥനിക്ക് തന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഈ ഡെലിവറിയുടെ കാര്യം പറയുമ്പോഴും 3ാമത്തെ ഡെലിവറി എനിക്ക് ഇച്ചിരി കുറെ സമയം എടുത്തു. 2 കഴിഞ്ഞിട്ട് ഒരു 5 വർഷം ഗ്യാപ്പ് വന്നിരുന്നു 3ാമത്തേതിന്. അതിനും ഇതെല്ലാം ഒരുപാട് സമയം എടുത്തു. ഞാൻ ഭയങ്കര വിഷമായി പോയി. എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു വേദനയും ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ 3ാമത്തേകുമ്പോൾ നമുക്ക് വീട്ടുജോലികൾ ഇഷ്ടംപോലെ ഉണ്ടാവില്ല. ആരോഗ്യസ്ഥിതി എന്തോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കൊച്ചുണ്ടായി. കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്റെ അതേ ഫേസ്, എന്റെ മൂക്ക്, എന്റെ നീണ്ട മൂക്ക്, എന്റെ കളറ് സെയിം തന്നെ. എന്റെ കൊച്ചിന്റെ മുഖം ആൺകുട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അത്ര നേരം വേദന സഹിച്ച് കരഞ്ഞ് എനിക്ക് സന്തോഷായി. മറക്കാൻ പറ്റില്ല, അത്ര സന്തോഷം. കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊച്ചിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറി. പക്ഷെ എന്നാലും അപ്പൊ കണ്ടപ്പോ ശരിക്കും എന്റെ ഫേസ് തന്നെ കൊച്ചിന്. അതോടുകൂടി നമ്മുടെ അനുഭവിച്ച വിഷമവും എല്ലാം നമുക്ക് മാറി സന്തോഷമായി. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. അടുത്തത് ആൻമലിയ ആൻചു എന്നിട്ടെന്ന് ആരാടാ? എന്റെ പേര് ഷിൽജി എന്നാണ് മാം. കൊച്ചിന്റെ പേര് ആൻമരിയ. ഷിൽജി പറയൂ. എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്, എനിക്ക് മൂത്ത കുട്ടി കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എനിക്ക് മൂത്ത ആളുണ്ടായിരുന്നു. 2ാമത്തെ ആളുണ്ടായത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അവൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് വന്നു. പിന്നെ അവൾക്കും ബുദ്ധിമുട്ട്, കൊച്ചിനും തൈറോയിഡ് വരുന്നുള്ളൊരു ഡോക്ടർ പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഇത് ബ്ലീഡിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 5 മാസം ഭയങ്കര റെസ്റ്റ് ഒക്കെ ആയിരുന്നു. സ്റ്റെപ്പൊന്നും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് എനിക്ക് തൈറോയിഡ് ഹൈപ്പർ ആയിരുന്നു. അപ്പൊ ഞാൻ ഹൈപ്പറിന്റെ മരുന്ന് കഴിക്കുന്ന കാരണം ചിലപ്പോൾ അവൾക്ക് തൈറോയിഡ് ഒട്ടും ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ കൊച്ചിനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറച്ച് വിഷമിപ്പിച്ചിരുന്നു ഡോക്ടർ. പക്ഷെ ദൈവാധീനം കൊണ്ട് അവൾക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. അപ്പൊ പ്രസവത്തോടു കൂടി തന്നെ ഡോക്ടർമാര് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവര് കൊച്ചിന്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളോടൊന്ന് പറഞ്ഞു കൊച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല, അവൾക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഒട്ടും തന്നെ ഇല്ല, നിങ്ങൾ ദൈവം ശരിക്കും ഒന്ന് അനുഗ്രഹിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര സന്തോഷമായി ഡോക്ടറെ. കാരണം പെൺകുട്ടിക്ക് തൈറോയിഡ് വന്നുള്ള ബുദ്ധിമുട്ടുകൾ
നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഭയങ്കര ഒരു സന്തോഷായിരുന്നു ഇത്. ഓക്കെ, അതാണ് ഷിജി എന്നാണോ പേര്? ഷിജിയോ? ഷിൽജി. ഓക്കെ, ഷിജി, സന്തോഷം. ഓക്കെ, യെസ്, താങ്ക് യു. അടുത്തത് മീനു മോൾ. യെസ്, മീനു മോൾ. മീനു, മീനു കേൾക്കുന്നില്ല. കേക്കാമോ? ഹലോ. ആ, കേക്കാം, പറയൂ മീനു. ഇവിടെ മഴയായിരുന്നു, അതുകൊണ്ടായിരിക്കും റേഞ്ച് പോണേ. ഞാനൊരു സ്റ്റാഫ് നേഴ്സാ മാം. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ നല്ല നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു. രണ്ടാമത് ഞാന് കൊച്ചിന് 2 വയസ്സായപ്പം കുവൈറ്റിന് പോയി. അവിടെ ഒരു ഗൈനി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പൊ അവിടെ പോയി ഒരു 4 വർഷം ആയപ്പോഴാണ് രണ്ടാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയി. ഞാൻ പ്രഗ്നൻസി എന്റെ അവിടെയായിരുന്നു, ത്രൂ ഔട്ട് പ്രഗ്നൻസി അവിടെയായിരുന്നു. അപ്പം അറിയാമല്ലോ, ആരും കൂടെ ഇല്ലാത്തപ്പോ ഉള്ള സ്ട്രെസ് അറിയാലോ. അപ്പൊ അന്നേരമാണ് ഞങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, അവിടെ നന്നായിട്ട് നമ്മളെ സ്കാനിങ്ങിലെല്ലാം ഡോക്ടേഴ്സ് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കുഞ്ഞിനെ കാണിക്കും, കുഞ്ഞിന്റെ എല്ലാ പാർട്സും. പിന്നെ ഞാൻ സ്കാനിങ് റൂമിനും കൂടിയായിരുന്നു. അപ്പം എന്നോട് അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്തോ മീനു, കുഞ്ഞു ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് എനിക്ക് ഇത്തിരി പാടാണ്. അവളെപ്പോഴും എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും ഇൻ ബിറ്റ്വീൻ. എന്നാ കുഴപ്പമില്ലല്ലോ, പിന്നെ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. ഈ കരയുന്നതിന്റെ 3D ഫോട്ടോ എനിക്ക് കാണാൻ പറ്റി, അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ നല്ല ഇതേ ഫേസ് തന്നെയാണ് 3Dയിൽ എനിക്ക് കാണാൻ പറ്റി, അത്രേ ഉള്ളൂ മാം. താങ്ക് യു. സോറി മാം. സഫീദ ജാസ്മിൻ. മാം, എന്റെ ഉപ്പാക്ക് 4 കുട്ടികളായിരുന്നു. അപ്പൊ ഞങ്ങള് 2 പെൺകുട്ടികളും പിന്നെ 2 ആൺകുട്ടികളായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഞങ്ങള് ചെറിയൊരു ഓടിട്ട വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതൊക്കെ. മഴ പെയ്താല് ഇങ്ങനെ വെള്ളമൊക്കെ അകത്തേക്ക് വരും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീട്ടിലായിരുന്നു. പിന്നെ എന്റെ ഉപ്പ ഞങ്ങൾ 2 പേര് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ച് എന്തായാലും വീട്ടിലേക്ക് അയക്കുക ഇതാവുക ചെയ്തപ്പോഴും എന്റെ ബ്രദേഴ്സിനെ ഗൾഫിലേക്ക് ജോലിക്കൊക്കെ അവർ പോയി. അപ്പോഴും എന്റെ ഉമ്മയും ഉപ്പയും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ അവർക്കാണെങ്കിൽ കൊറോണ ഒക്കെ ബാധിച്ചിട്ട് ആ സമയത്ത് ഭയങ്കര വിഷമത്തിലാവും ഒക്കെ ചെയ്തു. ഈ മഴ പെയ്യുന്ന സമയത്താണെങ്കിലും അസുഖം ബാധിച്ചിട്ടൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ എല്ലാരും സെറ്റിലായി. ഇപ്പൊ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഒരു വലിയ വീടൊക്കെ വെച്ച് ഞങ്ങള് ഹൗസ് വാമിങ്ങിന്റെ അന്ന് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ഓക്കെ, അതാണ് സഫീദയുടെ ഏറ്റവും വലിയ മൊമെന്റ്. അത് നല്ല ഓക്കെ, താങ്ക് യു സഫീദ. ജിനു ജോസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് എന്റെ മൂത്ത മോൻ ഉണ്ടായതാണ്. കാരണം 3 വർഷമായിട്ട് പോലും എനിക്ക് കുഞ്ഞുങ്ങളെ ആദ്യം ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ചേട്ടന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, പോയി കണ്ട നല്ല ഡോക്ടറാന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി കണ്ടു. അങ്ങനെ ഒരു 3 മാസം ട്രീറ്റ്മെന്റോട് പോയിട്ടാണ് ഉണ്ടായത്. അവൻ പോയി. അവൻ പറയൂ, എനിക്കൊരു അനിയനെ വേണമേ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് പിന്നെ 2ാമത്തെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്ന ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഡോക്ടർ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ 2ാമത്തെ കുഞ്ഞുണ്ടായി. പക്ഷെ എനിക്ക് പെൺകുഞ്ഞിനായിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷെ ഉണ്ടായത് ആൺകുട്ടിയായി പോയി. പക്ഷെ ദൈവം തന്നല്ലേ, സ്വീകരിച്ചു. അതല്ലേ സന്തോഷം. അതാണ് ഏറ്റവും സന്തോഷം. ഓക്കെ, താങ്ക് യു. സൂര്യ രാജു. സൂര്യ. കേൾക്കാമോ മാം? കേൾക്കാം. ഓക്കെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, എന്നെ നന്നായി മനസ്സിലാക്കുന്ന എന്റെ ഹസ്ബൻഡ് എല്ലാ സാഹചര്യത്തിലും. അതുപോലെ തന്നെ 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എനിക്കും കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഒരു ടീച്ചറാണ്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ എറണാകുളത്തായിരുന്നു താമസിക്കുന്നത്. അവിടെ നിന്നും നാട്ടിലേക്ക് പത്തനാപുരത്തേക്ക്
പഠിപ്പിക്കാനായിട്ട് പത്തനാപുരത്തേക്കാണ് വരുന്നത്. അവിടെ വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആദ്യത്തെ മോളെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ തിരിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിശപ്പ് ആ സമയത്ത്. അന്നേരം ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 3 പൊതി ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 3 പൊതി ബിരിയാണി വാങ്ങിച്ചു തന്നു. ട്രെയിൻ എടുക്കുന്ന ഒരു സമയത്ത് ട്രെയിൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് വെളിയിലേക്ക് നോക്കി. വെളിയിലോട്ട് നോക്കിയപ്പം പെട്ടെന്ന് ഒരു ചേട്ടൻ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ട്രെയിനിന്റെ വേസ്റ്റ് ബീനിൽ പെട്ടെന്ന് കൈയിട്ട് വാരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണാനിടയായി തീർന്നു. എനിക്കത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു മൊമെന്റ് ആണ്. കാരണം വിശപ്പിന് വേണ്ടി അലയുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ അവിടെ കണ്ടത്. ഒരുപക്ഷെ ദൈവം എന്നെ കൊണ്ട് ആ 3 പൊതി വാങ്ങിപ്പിച്ചായിരിക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് കൊണ്ട് ആ ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അത് വളരെ ആർത്തിയോടുകൂടി അത് ഓപ്പൺ ചെയ്ത് കഴിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ സുർമി പറഞ്ഞ പോലെ എന്റെ പഴയ കാലത്തിലെ ഒരു ഓർമ്മയാണത്. അത് എന്റെ ജീവിതത്തിൽ വളരെ മറക്കാൻ പറ്റാത്തതും സന്തോഷകരമായ ഒരു കാര്യമാണ്. താങ്ക് യു. Okay, very good. Thank you. Shujina speaking. Shujina's. Yes, ma'am. Are you? Good afternoon. എൻ്റെ ജീവിതത്തില് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാല് ഞാന് കല്യാണം കഴിഞ്ഞ എൻ്റെ വീട്ടില് 3 മക്കളാണ്. 2 ആളുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ ഡൈവേഴ്സാണ്. അപ്പോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് ദുബായിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മറ്റുള്ളവർ പോകുന്ന പറഞ്ഞിട്ട് ഞാൻ പോകുന്നതും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് കട്ട സപ്പോർട്ടായിരുന്നു. അന്നയും കൊണ്ട് എൻ്റെ ആങ്ങള ഉമ്മയും വാപ്പയും എല്ലാരും കൂടി ഒന്നിച്ച് ദുബായിക്ക് പോയി. ഭയങ്കര സന്തോഷമുള്ള എന്നുവെച്ചാൽ ഡൈവേഴ്സ് നിൽക്കുമ്പോ ഇങ്ങനെ രണ്ടായി തിരിയൂലേ, എങ്ങനെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാണ്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാ കുടുംബത്തും. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. എല്ലാരും നാത്തൂനും എല്ലാരും കൂടി ഭയങ്കരമായിട്ട്. പിന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കൊടുങ്ങല്ലൂര്. ഓ ഞാനേ ഓൺലൈൻ ബിസിനസ് ചെയ്യാ. ഡ്രസ്സിന്റെ ഉണ്ട്, അതേപോലെ നാച്ചുറൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ വീട്ടിൽ തന്നെ എണ്ണ, ഹെയർ ഓയില്, ഫേസ് പാക്ക്, ഫേസ് വാഷ്, ബ്രൈറ്റ്നിങ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉമ്മയും വാപ്പ കട്ട സപ്പോർട്ടാ എല്ലാത്തിനും, ഏതിനും എല്ലാത്തിനും പഠിക്കാനും കട്ട സപ്പോർട്ടാ. ജീവിതത്തിൽ ഇപ്പോഴും വേണ്ടത് അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. എല്ലാവരും ഒന്നും നെഗറ്റീവ് പറയൂല മാം, ഒന്നും നെഗറ്റീവ്, എല്ലാത്തിനും എല്ലാരും സപ്പോർട്ടാണ്. ടീച്ചറോട് കാര്യം പറയട്ടെ, നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല നമ്മള്. അതാണ് ഏറ്റവും നല്ല മൊമെന്റ്. അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഭയങ്കര പ്രഷ്യസ്. അതിന്റെ വില നമുക്ക് മനസ്സിലാവില്ല, ഇല്ലാത്തവർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ സുജിനാസ് ചെയ്യുന്നുണ്ട്. ബാക്കി ലൈഫിൽ നടക്കുന്നതൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മുടെ ലൈഫാണ്. ഇതെല്ലാം ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നൊക്കെ പറയില്ല, അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ അച്ഛനമ്മനെ നന്നായിട്ട് നോക്കുക. ചേട്ടനുണ്ടോ? ആരാണുള്ളത്? ബ്രദർ ഉണ്ടോ? ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. ഉമ്മയും വാപ്പയും ഞാനും ചേട്ടനും വൈഫും കിടാവും ഉണ്ട്. ഹാപ്പി ജീവിതമാണ്. ഞങ്ങൾ ഇത്രയും പേര് ബാക്കി കൂടെ ഉണ്ട്. സ്മാർട്ട് എല്ലാരും കൂടെ ഉണ്ട്. ഭയങ്കര സന്തോഷമായി ഗുഡ് ഫ്രണ്ട്സുകളും ടീച്ചർമാരും കിട്ടിയപ്പോ. താങ്ക് യു. നെക്സ്റ്റ് ആലിയ ഫസാന. ആലിയ. യെസ് മാം, പറയാം. എൻ്റെ ലൈഫില് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചാളായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ടായി. 2-3 കുട്ടികളുണ്ട് ക്ലാസ് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറുതായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ ഒരു മിനിറ്റ്. എനിക്ക് 1 year ഉള്ള ഒരു ബേബി ഉണ്ട്. അവൻ കരയുമായിരുന്നു. കുഴപ്പമില്ല, ഇല്ല കുഴപ്പമില്ല. അവനെ ഓക്കെ പറയാം. ഞാൻ 3 കുട്ടികളെ ട്യൂഷൻ എടുക്കണേ. 500 ഉള്ളൂ തന്നെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷമായി. ആ ഒരു 500 രൂപ വെച്ച് 3 പേര് തരുന്നത് എനിക്കത് ഭയങ്കര 1500 രൂപ മാസം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എനിക്കതൊരു വലിയ എമൗണ്ട് പോലെ സത്യത്തിലൊരു സേവിങ് ആയിരുന്നു.
അത് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ജോലി പോലെ, ജോലി അല്ലെങ്കിൽ കൂടിയും ജോലി പോലെ ഞാൻ അതിനെ കാണുന്നു. അത്രത്തോളം ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ആ കുട്ടികളെ ഞാൻ പഠിപ്പിക്കണേ. അതിന് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയത് ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കുറച്ച് കൂട്ടി വെച്ച് എൻ്റെ വാപ്പച്ചിക്ക് ഒരു വാച്ചും, അതുപോലെ എൻ്റെ ഉമ്മച്ചിക്ക് ഒരു നെയ്റ്റി, എൻ്റെ ഇക്കാക്കാടെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും ഒരു നെയ്റ്റിയും, വാപ്പച്ചിക്ക് ഷർട്ടും മുണ്ടും, അങ്ങനെ 2 വാപ്പച്ചിമാർക്കും 2 ഉമ്മച്ചിമാർക്കും ഒരു ഗിഫ്റ്റ് പോലെ, ഒരു ചെറിയ ഗിഫ്റ്റാണ്. എന്നിരുന്നാലും ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് എനിക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഒന്നിനും ഞാൻ എടുക്കാതെ കാശ് കൂട്ടി വെച്ച് ആണ് അവർക്ക് 2 പേർക്കും വാങ്ങിക്കൊടുത്തത്. എൻ്റെ വാപ്പച്ചിനെയും ഉമ്മച്ചിനെയും എൻ്റെ ഇക്കാക്കാടെ വാപ്പച്ചിനെയും ഉമ്മച്ചിനെയും എനിക്ക് ഈക്വൽ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഇക്കാക്കാനെ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഉമ്മയല്ലല്ലോ, ഇക്കാക്കാടെ ഉമ്മയാണ് എനിക്ക് എൻ്റെ ഇക്കാക്കാനെ സമ്മാനിച്ചത്. അപ്പൊ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സന്തോഷങ്ങൾക്കൊക്കെ കാരണം ഇപ്പൊ എൻ്റെ ഹസ്ബൻഡാണ്. ആ ഹസ്ബൻഡിനെ എനിക്ക് തന്നത് ഇവിടുത്തെ ഉമ്മച്ചിയാണ്. അപ്പൊ ആ ഉമ്മച്ചിനെയും എനിക്ക് എൻ്റെ സ്വന്തം ഉമ്മാനേക്കാൾ കാര്യമായിട്ട് ഞാൻ നോക്കണം. അതുകൊണ്ട് അവർക്കും കൂടി എൻ്റെ കാശ് കൊണ്ട് വാങ്ങി കൊടുക്കാൻ ആദ്യമായിട്ട് ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് മേടിച്ചു കൊടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴും ഉമ്മച്ചിനോടും പറയും. അപ്പൊ ഉമ്മച്ചിയും പറയും, നല്ല കാര്യമാണ് അത്, ഇനിയാണെങ്കിലും കാശ് കിട്ടുമ്പോൾ അത് അങ്ങനെ കൂട്ടി വെച്ച് ഞങ്ങൾക്കും ഒന്നും തന്നില്ലെങ്കിലും നിന്റെ ഇപ്പൊ ജീവിക്കണ വീട് നിന്റെ ഇക്കാടെ വീടാണ്. ആ വീട്ടിലുള്ള കാര്യങ്ങള് നിന്റെ കാശ് കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നത് എത്രത്തോളം നല്ല കാര്യമാണെന്നുള്ളത് ഉമ്മച്ചിയും പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്കും സന്തോഷമായി. അപ്പൊ ഉമ്മച്ചിനോട് ഞാൻ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലൊരു ജോലി കിട്ടാനും കുറച്ചുകൂടി ശമ്പളമുള്ള ഒരു ജോലി കിട്ടാനും ഒക്കെ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ അവരോട് പറയുകയും ചെയ്തു. അത്രേ ഉള്ളൂ ടീച്ചറെ പറയാൻ. നല്ല കാര്യം കേട്ടോ. താങ്ക് യു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലെ 50 രൂപ കിട്ടിയാലും 100 രൂപ കിട്ടിയാലും നമുക്ക് അതെ, അല്ലെ, വലിയതാണ്. പെൺകുട്ടികളെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം പറയാണ്, അത് ബന്ധു 10 രൂപയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കൂട്ടി വെച്ച് എന്തൊക്കെയാ ചെയ്യാനായിട്ട് ഒന്നും കളയില്ല. അങ്ങനത്തെ ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. അത് 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ, അതൊരു സന്തോഷമാണ്. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു ആശ്വാസമാണ് അല്ലെ. ഓക്കെ, നല്ല കാര്യം. അടുത്തത് പിന്നെ ആരാ വിളിക്കാൻ? രേഖ മനു. യെസ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. രേഖ പറയൂ. എന്റെ ലൈഫിൽ സന്തോഷകരമായ നിമിഷം പറഞ്ഞാൽ ഞങ്ങളുടെ മാരേജ് ആണ്. ലവ് ആൻഡ് അറേഞ്ച് മാരേജ് ആണ്. മാരേജ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ നടന്നു. പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് 2 തവണ അബോർഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 കുട്ടികളെ കിട്ടി. അത് ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം. രേഖ ഇങ്ങനെ പതിയെ സംസാരിക്കുന്ന ആളാണോ? പതിയെയാണോ, എങ്ങനെയാണോ സംസാരിക്കുന്ന? നേച്ചർ എങ്ങനെയാണോ? അതെ. താങ്ക് യു മാം, ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ശരി. ഉമൈറ സമദ്. ഉമൈറ കേൾക്കുന്നുണ്ടോ? അഖില ജിയ. അഖില. യെസ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. അഖില പറയൂ, ഹാപ്പിയസ്റ്റ് മൊമെന്റ് എപ്പോഴായിരുന്നു? എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുണ്ടായ ദിവസമായിരുന്നു. അത് 18/2/2025 അവളുണ്ടായത്. ഇതെന്റെ സെക്കൻഡ് ബേബിയാണ്. അപ്പം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. എൻ്റെ മോന് 6 വയസ്സ് ആകാറായി. അപ്പം അവന്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായത്, കുഞ്ഞ് പ്രീമച്ചുർ ആയിരുന്നു. എനിക്ക് ഹൈ BP ആയി, പെട്ടെന്ന് ഡെലിവറി നടക്കുമായിരുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞിന്റെ മുഖം ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ NICU കൊണ്ടുപോയി കാണിക്കുന്നത്. 10 ദിവസം എൻ്റെ മോൻ. ഒരു മിനിറ്റ് കേട്ടോ. ബാക്കിയുള്ളവർ ആരും ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ. കുറച്ച് പേര് പോകുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഹാപ്പിയസ്റ്റ് ഡേ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇത് ചെയ്യിപ്പിക്കുന്ന എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ലാസ്റ്റ് ടീച്ചർ പറയാതെ ചെയ്യിപ്പിക്കുന്ന എന്തുകൊണ്ടാണെന്ന് കേട്ടോ. ആരും ലെഫ്റ്റ് അടിച്ച് പോകരുത് കേട്ടോ. അഖില പറഞ്ഞോളൂ.
എന്റെ മോൻ പ്രിമച്ചർ ആയത് കാരണം നേരെ NICU കൊണ്ടുപോയത്. അപ്പൊ എന്നെ ഒന്ന് കാണിച്ചു കൂടിയില്ല എന്റെ കുഞ്ഞിനെ. അപ്പൊ എനിക്ക് ഭയങ്കര പ്രഷർ കൂടിപ്പോയത് കാരണം എന്നെ കാണിച്ച വീണ്ടും, കാരണം കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞ് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, വെയിറ്റും കുറവായിരുന്നു, 1.5 കിലോ ആകെ ഉണ്ടായിരുന്നു കുഞ്ഞ്. അപ്പൊ എന്റെ മോനെ എനിക്ക് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറോട് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഒന്ന് എന്നെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചത്. അപ്പൊ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പം ഡോക്ടർ പറഞ്ഞ് ആദ്യത്തെ ഹൈ റിസ്ക് കേസ് ആയതുകൊണ്ട് നേരത്തെ ഡെലിവറി നടക്കും, C-സെക്ഷൻ ആന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ഭഗവാനോട്, ദൈവമേ എന്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്തല്ലേ, ഹെൽത്തി ആയിട്ടൊരു ബേബി എനിക്ക് പ്രസവം കഴിയുമ്പോൾ ഉടനെ തന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണേ, എനിക്ക് പെൺകുഞ്ഞിനെ തന്നെ തരണേ ഭഗവാനേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടുകയും ചെയ്ത്, കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമായിട്ട് ഞാൻ അവളെ കാണുകയും ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. ഇപ്പൊ അവൾക്ക് കുഞ്ഞിന് 5 മാസമായി. അതെന്റെ ഹാപ്പി ആയിട്ടുള്ള ഏറ്റവും മൊമെന്റ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഞാൻ ഉമേറ സമദ്. ഞാൻ എൻ്റെ ഫോൺ കംപ്ലൈന്റ് കാരണം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഓണാക്കാൻ പറ്റിയില്ല. അതെ, ഞാന് ചെറുപ്പം മുതലേ നല്ല ഇങ്ങനെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ട് നല്ല ഇതായിട്ട് നടക്കുന്ന ആളായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നത് നല്ലൊരു ഇതായിട്ടുള്ള ഒരു ജോയിന്റ് ഫാമിലി, ഒരു നിറഞ്ഞ കുടുംബം. 11 മക്കളാണ് ഞങ്ങൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇവിടെ ഉള്ളത്. ഞാൻ 11ാമത്തെ ആളാണ്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന അവര് പഴയ കാലങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ ഭയങ്കര ഒരു ഇതിലായിരുന്നു ഞാന് വീടുമായിട്ട്. ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളല്ലേ, നല്ലൊരു വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ പക്ഷെ ഹസ്ബൻഡും അവരുടെ കൂടെ ഇങ്ങനെ ഉമ്മ പറയണതും ഒക്കെ ആയിട്ട് കേൾക്കണ അങ്ങനെ ഒരു മൂഡല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മില് ഭയങ്കര ഒരു ഇതിങ്ങനെ വരലും, പിന്നെ മക്കൾ ഉണ്ടായേക്കുമ്പോ ആ സന്തോഷം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ നമ്മളിപ്പോ എത്രയായാലും ആഗ്രഹിക്കുക നമ്മളുടെ മൂത്ത മക്കൾ നമ്മളുടെ ഉപ്പാടെ മാതിരി ഹസ്ബൻഡിന്റെ മാതിരി ആവൂലേ. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കുട്ടി എന്തായാലും ഹസ്ബൻഡിന്റെ സമദക്കാനെ വിളിക്കുക, സമദക്കാന്റെ പോലെ ആവണം. അങ്ങനെ മൂത്ത കുട്ടി ആൺകുട്ടിയായി, അവന് സമദക്കാന്റെ അതേ ഇതായി. പിന്നെ അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി നടന്ന്, രണ്ടാമത്തതും എനിക്ക് 4 മക്കളപ്പം ഉള്ളത്. രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയായി. അപ്പോഴൊന്നും എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3ാമത്തെ ആളുണ്ടായപ്പോ എനിക്ക് ഒരു പെൺകുട്ടി കിട്ടണം. പിന്നെ നമ്മളുടെ ജീവിതം ഇങ്ങനെയല്ലേ, ടെൻഷനായിട്ട് ജീവിച്ചു പോവല്ലേ. അപ്പൊ ഒരു 3ാമത്തത് കുട്ടിയെങ്കിലും നമുക്ക് ഒരു പെൺകുട്ടിനെ കിട്ടണം ചെറുതായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും എന്തോ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഡെലിവറി ഒക്കെ സാധാ നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ എനിക്ക് 3ാമത്തതും ആൺകുട്ടിയായി. പക്ഷെ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. കഴിഞ്ഞ് ഇപ്പൊ 3ാമത്തെ ആൾക്ക് ഇപ്പോ 8 വയസ്സായി. 4ാമത്തെ അപ്പൊ എനിക്ക് ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഉമേറ എനിക്ക് 4ാമത്തെ മാത്രമേ പ്രസവിക്കാൻ കഴിയുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് വയ്യ, എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഭയങ്കര ഇതായിട്ടാണ്, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെ പ്രഗ്നൻസി ആയിട്ടും എനിക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു, എന്തായാലും പെൺകുട്ടിയാണ്. പക്ഷെ എന്നെ ചുറ്റുപാടും കാണുന്നവരൊക്കെ പറയും, നീ എന്തായാലും ഇതും ആൺകുട്ടി തന്നെയാണ്, നിന്റെ ഷേപ്പും കാര്യമൊക്കെ പഴയ മാതിരി തന്നെയാണെന്ന് പറയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും വേണ്ടി എന്നും രാത്രി ഞാൻ കേറിയിട്ട് മുകളിൽ കേറിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ പെൺകുട്ടിനെ തരണേ, ഇന്റെ അതേമാതിരി ഇന്റെ ഷേപ്പിൽ ഇന്റെ അതേപോലെ ഒരു പെൺകുട്ടിനൊക്കെ തരണേന്ന്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോ ഡോക്ടറെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു പെൺകുട്ടിനെ തരണേന്നുണ്ട് എനിക്ക്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ എപ്പോഴും ഉണ്ടാവും, വേറെ നല്ല ഡോക്ടർ ഇട്ടാ, ഞങ്ങൾ കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റലിൽ പറയും, അവിടെ പുതുതായിട്ടൊരു ഡോക്ടർ വന്നതാണ്. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്ത് എന്നെ കൈ പിടിച്ച് പറയുകയും ചെയ്യും. പിന്നെ എന്നെ സ്കാനിങ്ങിനൊക്കെ ഡോക്ടർ എനിക്കും വേണ്ടിയിട്ട് സ്കാനിങ് ലാബ് തുറന്നു തന്നിട്ട് എന്നെ മാത്രമേ ഡോക്ടർ ഇതാക്കുള്ളൂ. എന്നിട്ട് നല്ല സപ്പോർട്ട്. അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിക്കും, എന്താ കുട്ടി എപ്പോൾ ചെക്കപ്പിന് ചെന്നാലും ഞാൻ ചോദിക്കും എന്താ കുട്ടി. പക്ഷെ ഡോക്ടർ പറയും, എനിക്ക് പറയാനുള്ളതില്ല, എന്തായാലും നീ പ്രാർത്ഥിച്ച നിന്റെ കൂടെ ഞാനും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പ്രസവിച്ചിട്ടും കുട്ടി എന്താണെന്ന് എന്നോട് പറയണില്ല. സമദക്കാനെ കണ്ടാൽ മാത്രമേ ഉള്ളൂ, സമദക്കാട് മാത്രമേ ഉള്ളൂ ഡോക്ടർ കുട്ടി എന്താന്ന് പറയുള്ളൂ പറഞ്ഞിട്ട് സമദക്കാനെ വിളിച്ച് വരുത്തി അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ് പറഞ്ഞു.
പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇത് എന്റെ കുട്ടി എങ്ങനെ ഉണ്ടാവും പെൺകുട്ടിയാന്ന്. പക്ഷെ ഞാൻ ഇവിടുന്ന് ഡെലിവറിക്ക് പോകുമ്പോഴും ഇവിടെയുള്ള ഞങ്ങളെ വീടിനുള്ളവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഒരു പെൺകുട്ടി ആവട്ടെ. എല്ലാ കുട്ടികളും അതെ. അങ്ങനെ എന്റെ മക്കളും പറയും, മൂത്തവര് പറയും ഉമ്മാക്ക് പെൺകുട്ടിയാണ്, ഉമ്മാക്ക് പെൺകുട്ടിയാണ്. അങ്ങനെ ഞാൻ പ്രസവിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ ആദ്യം എന്റെ മക്കളെ മറ്റവരെങ്ങനെയാണ് കാണല്ലോ, എന്നിട്ട് അവരിത് അറിയണം, ഞാൻ അറിയണം എന്നില്ലായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹം. എൻ്റെ മൂത്ത കുട്ടികൾ അറിഞ്ഞിരിക്കണം ഈ പെൺകുട്ടി അവരാണെങ്കിൽ വീട്ടിലാണ്. അങ്ങനെ സാമന്തക്കാനെ വിളിച്ച് സാമന്തക്കാട് ഇത് പറഞ്ഞു നോക്കുമ്പോ ഭയങ്കര ഇത്, സാമന്തക്കാർക്ക് എന്താണെന്നോ അറിയാത്തവര് ഭയങ്കര ഇത്. സാമന്തക്ക പറഞ്ഞാല് അവര് എഴുതുന്ന ആളാണ്, കഥ എഴുതുന്ന ആളാണ്. അപ്പൊ അവര് യശസ്വിനി മേഡാണ് ഡോക്ടർ പേരിട്ട. എന്നിട്ട് മേഡത്തിനെ കുറിച്ചിട്ട് പെൺകുട്ടി ആയതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് കുട്ടിനെ എൻ്റെ അടുത്ത് കൊടുന്നു നോക്കുമ്പോ എനിക്ക് എന്താ കാട്ടേണ്ടത് എന്ന് എനിക്ക് അറിയില്ല, ഭയങ്കര ഇത്. അങ്ങനെ ഞങ്ങള് ഒരു സ്റ്റോറി ഒക്കെ ഇറങ്ങി. ഡോക്ടർക്ക് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പ്രസവിച്ച് എൻ്റെ ഈ പ്രസവത്തിനാലെ ഡോക്ടർക്ക് ഇപ്പൊ നല്ലൊരു ഇത് പേഷ്യൻസിനെ കിട്ടലും നല്ല തിരക്കായി അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിട്ട് ഇപ്പൊ ഞങ്ങളവിടെ അറിയപ്പെടുന്നു. എന്റെ കുട്ടി പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടാ. നാലാമത്തെ ആള്, അവൾക്കിപ്പോ 3.75 വയസ്സായി, അംഗനവാടിയിൽ പോയിക്കാണ്. അവളെ എല്ലാവർക്കും നല്ല ഇഷ്ടാ. മക്കൾക്കൊക്കെ അവളെ വെച്ചാ താഴ്ത്തും വെക്കാൻ വയ്യ മകള്. അതിനാലിപ്പോ ഞാൻ സമ്മതിക്കുള്ള ജീവിതം നല്ല സന്തോഷകരല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഓക്കെ, നന്നായിരിക്കട്ടെ. ഓക്കെ, സന്തോഷം കേട്ടോ ഉമ്മയിടാ. യെസ്, ഒരാള് അടുത്താരാണ്? സത്യത്ത് പറഞ്ഞായിരുന്നോ? റംസീന. 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 ഹലോ മിസ്സേ. നമ്മളെല്ലാവരും വീട്ടമ്മമാര്, അവരുടെ ഫസ്റ്റ് ഡെലിവറി തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നത്. എനിക്കും അത് തന്നെയാണ് കേട്ടോ. ഞാൻ 4ാമത്തെ വർഷമാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നതും പ്രസവിക്കുന്നതൊക്കെ. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, അത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പാവപ്പെട്ടവരെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ. ആരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ അപ്പൊ തന്നെ എനിക്ക് പേഴ്സിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റണം. അതൊന്നും പറ്റാത്തതിന്റെ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്തായിരുന്നു ഞാനൊരു ഓൺലൈനിൽ ട്യൂഷൻ ടീച്ചറായിട്ട് ഞാൻ അങ്ങനെ ജോയിൻ ആയി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് സാലറി വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കാൻ പറ്റി. ഇവിടെ ഇക്കയുടെ ഉമ്മാക്കും അതെ, അവർക്കൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റി. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ പാവപ്പെട്ട കുറെ ആൾക്കാർക്ക്, കുറെ എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ, ചെറിയ എമൗണ്ട് എനിക്ക് പറ്റുന്നത് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും. അതുപോലെ ഇപ്പൊ ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ജോലിയൊന്നും ഇല്ല, വെറുതെ ഇരുന്ന് സമയം കളയുന്നു എന്നുള്ളൊരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ട്യൂഷൻ ആയപ്പോൾ എല്ലാവർക്കും നമ്മളോടൊരു റെസ്പെക്റ്റ് ആയി. അതുപോലെ തന്നെ പുറത്ത് ലണ്ടനിലുള്ള കുട്ടികളെ വരെ എനിക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റി. ഞാൻ അതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ലണ്ടനിലുള്ള കുട്ടികൾക്ക് മലയാളം ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടുന്നത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. എനിക്ക് ഹസ്ബൻഡിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് പോലും എനിക്ക് മേടിച്ചു കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് നല്ലൊരു വാച്ച് മേടിച്ചു കൊടുക്കാൻ പറ്റി. അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ഒരു 16,000 രൂപയുടെ വാച്ച് എനിക്ക് ഹസ്ബൻഡിന് മേടിച്ചു കൊടുക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഹസ്ബൻഡ് തന്നെ ആർക്കെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും, കൊടുത്തോ അതിന് കുഴപ്പമില്ലാന്ന് പറയും. പക്ഷെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കണമെങ്കിൽ നമ്മളെ തന്നെ വേണ്ടേ. അപ്പൊ നമ്മളെ കിട്ടി തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ കേറിയിട്ടുള്ളൂ, ഞാൻ കേട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താന്ന് കേട്ടിട്ടില്ല. ടീച്ചർ ചോദിച്ചത് ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. നിങ്ങളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഡേ ഉണ്ടായിരുന്നു, എന്ത് മൊമെന്റ് ആണ്, അതിനെ പറ്റി പറയാനാണ്.
പ്രിപ്പയർഡ് അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, പിന്നെ ഡോക്ടറെ പറഞ്ഞാൽ മതി. പിന്നെ പറയാം. ഓക്കെ, റസ്മിന ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? റസ്മിന ഇല്ല. വിനു കുമാർ എന്ന പ്രൊഫൈൽ ആരാണ്? വിനു കുമാർ. മാഡം ഞാനാണ്, സുജിഷയാണ്, സുജിഷ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എല്ലാവരും പറഞ്ഞു അവരുടെ കുട്ടികളുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് മോനുണ്ടായി കഴിഞ്ഞപ്പോൾ, എനിക്ക് മോളുണ്ട് മൂത്ത ആള്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇനി ഒരു മോൻ വേണമെന്ന് വലിയ ഇഷ്ടമായിരുന്നു, ആൺകുട്ടി വേണം എന്ന്. മോളുണ്ട്, നമുക്കൊരു മോളായി, എനിക്കൊരു മോനെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് എൻ്റെ അമ്മായിമ്മ ഒത്തിരി ആൺകുട്ടികളോടൊക്കെ ഇച്ചിരി കെയറിങ് ഉള്ള ആളാണ്. എന്നോട് പറഞ്ഞത് ഇത് ആണായിരിക്കണം എന്നുള്ളൊരു രീതിയിൽ ഭയങ്കര ഒരു ഭീഷണി പോലെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനി ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ട വരുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ എന്നും ബൈബിൾ എടുത്ത് വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥന. ഒരു ദിവസം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും ദൈവത്തിനോട്, എങ്ങനെയാ ഇതൊന്നും ആണാവോ പെണ്ണായിരിക്കുമോ, എന്തായാലും എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷെ എനിക്ക് മുന്നോട്ടുള്ള ജീവിതം പോകണമെങ്കിൽ പ്രഷർ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസം ആയപ്പോൾ എനിക്ക് 2 കിഡ്നിയിലും എനിക്ക് സ്റ്റോൺ വന്നു, 4 കല്ല്. വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലും കരളിലൊക്കെ വെച്ച് ഒരു കത്തി വെച്ച് ഇങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ വേദന, ആ വേദന സഹിക്കാൻ പറ്റാത്ത, ഞാൻ കിടന്ന് തലകുത്തി പൊളിയോ രാത്രി മുഴുവനും. പിറ്റേ ദിവസം തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്, അവിടെ അഡ്മിറ്റായി. അവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഭയങ്കര ദേഷ്യക്കാരും ഒരു കൾച്ചറില്ലാത്ത രീതിയിലാണ് സംസാരവും. അവിടെ ഞാൻ ICUയിൽ കുറച്ച് ദിവസം കിടന്നു, വേദന സഹിക്കാൻ പറ്റാതെ. അപ്പോൾ അവർ പറഞ്ഞു ഈ കുട്ടി വെറും ഒരു 250 ഗ്രാമേ ഉള്ളൂ, അത് കിട്ടില്ല, കാരണം പെയിൻ അത്രയ്ക്കുണ്ട്, ഞങ്ങൾ പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിൻ ട്രിപ്പ് ഇടുന്നുണ്ട്, ഇത് കുട്ടി പോകൂട്ടോ, ഉറപ്പാണ് പോകൂന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടൻ പുറത്തു നിന്ന് ഭയങ്കര കരച്ചിലാണ്, ഞാനും ഭയങ്കര കരച്ചിലാണ്. അപ്പം ഡോക്ടർ ചേട്ടൻ്റെ നിന്ന് സമ്മതപത്രം ഒപ്പിടിച്ച് മേടിച്ചു, പോവുകയാണ്, അത് അബോർഷനായി പോകും, ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ 2 ട്രിപ്പ് ഇട്ടു വേദനയുടെ. അപ്പോൾ അത് കൊടുക്കും തോറും അബോർഷൻ ആവുമെന്ന് ഉറപ്പ് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേദന കുറയ്ക്കാനുള്ളത് ഇട്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മുഖമെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, അവനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഡിസ്ചാർജ് ആവണ വരെ അബോർഷൻ ആയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, അബോർഷൻ കുഴപ്പമില്ല, സ്കാൻ ചെയ്തു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 9 മാസം പൂർത്തിയായപ്പോഴേക്കും പ്രസവമായപ്പോൾ ഒരു ആൺകുട്ടി. എൻ്റെ പൊന്നോ, ഞാൻ എവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മായിയമ്മയുടെ ചിരിച്ച മുഖം അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ലഡു പൊട്ടിയതുപോലെ വന്നു. ഇതിനും വലിയ സന്തോഷം എനിക്ക്. ആ അതെ. ഒരാൾക്കും കൂടി നമുക്ക് അവസരം കൊടുക്കാം, എല്ലാവരും ചെയ്യാൻ പറ്റില്ലെന്ന് പിന്നെ ഒരു ദിവസം ആക്കാം. ഒരാളെ കൂടി കേട്ടോ. ഞാൻ പറയട്ടെ മാഡം. ആരാണ്? നിസ. ഓ, നിസ റെഡിയാണെന്ന് പറഞ്ഞോളൂ. എന്റെ പേര് നിസ, ഞാൻ ഓച്ചിറയാണ് താമസിക്കുന്നത്. എന്തോ? കൊല്ലം ഓച്ചിറയാണ് താമസിക്കുന്നത്. എനിക്ക് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും മക്കളൊക്കെ ഉണ്ടായി ഹസ്ബൻഡ് കുടുംബമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഹാപ്പിനെസ് ലൈഫ് അല്ല കിട്ടിയത്. അത് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷമാണ് നമുക്ക്. പക്ഷെ എൻ്റെ ഉമ്മയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉമ്മ ആണ് എന്നെ, ഞങ്ങളെ 4 മക്കളാണ്, 4 പേരെയും വളർത്തി. പാപ്പ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ കയറി ഇരിപ്പായിരുന്നു. പാപ്പയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഉമ്മയാണ് ഞങ്ങളെ 4 പേരെയും വളർത്തി പഠിപ്പിച്ചു, കെട്ടിച്ചു വിട്ടു. പിന്നെ പ്രസവം എല്ലാ കാര്യങ്ങളും ഉമ്മ തന്നെ നോക്കിയത്. അങ്ങനെ ഇരിക്കലും ഉമ്മയ്ക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, വീട്ടിൽ വെച്ച് ഇങ്ങനെ വീണ് നമ്മുടെ ഇടുപ്പല്ല് ആ ഭാഗം പൊട്ടിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് ഷുഗർ ഹൈ നിൽക്കുന്ന സമയത്ത് 390 നിൽക്കുമായിരുന്നു ഷുഗർ. ആ ടൈമിലാണ് ഓപ്പറേഷന് കയറ്റിയത്. അപ്പൊ ഉമ്മയ്ക്ക് ഹാർട്ട് പേഷ്യന്റ് കൂടെ ആണ് ആള്. അപ്പൊ കിട്ടത്തില്ലെന്ന് പറഞ്ഞു.
അറ്റാക്ക് ഒക്കെ വരും. അങ്ങനെ അവസ്ഥയെ നമ്മൾ വളരെ വേദനയോടുകൂടി തിയേറ്ററിന്റെ പിന്നെ ഫ്രണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ ഒരുപാട് താമസിച്ച് ലേറ്റായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് എന്തായാലും ഡോക്ടർ എന്തോ പറയുന്നത് അറ്റാക്ക് വരുമെന്ന് പറഞ്ഞ്, പക്ഷെ അറ്റാക്ക് വല്ലതും ഉണ്ടാകുമോ എന്തൊക്കെയാവുമെന്ന്. വലിയ ഓപ്പറേഷൻ ആയിരുന്നു. കമ്പിയൊക്കെ ഇട്ട് മുട്ടിന്റെ ഭാഗം വരെ ഇട്ട് ഇടുപ്പിന്റെ ഭാഗം തൊട്ട് അങ്ങനെ ഉമ്മ എന്തായാലും എൻ്റെ ഹാപ്പിനെസ് ഡേ എന്ന് പറയുന്നത് ഉമ്മ രക്ഷപ്പെട്ടു വന്ന് വീണ്ടും വന്നു. വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. പക്ഷെ ഇപ്പൊ എൻ്റെ ഉമ്മ അതിന് ശേഷം 1 വർഷം ജീവിച്ചു, പിന്നെ മരണപ്പെട്ടു പോയി. അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണെങ്കിൽ പോലും അന്നത്തെ ആ ദിവസം സന്തോഷകരമായ ദിവസമാണ് മാം. ഓക്കെ നിസ, താങ്ക് യു. യെസ്, അപ്പൊ നമ്മളിന്ന് കുറച്ച് പേരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? എല്ലാവരെയും ഒന്ന് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. വേറൊരു അവസരത്തിൽ നമ്മൾ ചെയ്യാൻ കേട്ടോ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായോ? നമ്മൾ ഏറ്റവും സന്തോഷമുള്ള സമയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പറഞ്ഞത് അല്ലേ ടീച്ചർ? പക്ഷെ ഏറ്റവും സന്തോഷമുള്ള സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സങ്കടമാണ് ഉണ്ടായത് അല്ലേ? അല്ലേ? അതെ 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 അതെ. നിങ്ങൾ ഏറ്റവും സങ്കടപ്പെട്ട ഒരു ദിവസത്തെ ഓർത്തിട്ട് പിന്നീട് അവർക്ക് ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ? അങ്ങനെയും വരാറുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആക്ടിവിറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡേ അതെങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്യിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് ഏറ്റവും ഹാപ്പി ആയിരുന്നു, ഇന്നത് ഓർക്കുന്ന സമയത്ത് പലരും ഇതിൽ കരഞ്ഞുപോയി. പറഞ്ഞ സമയത്ത് അറിയാതെ സന്തോഷം കൊണ്ട് കരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു നിമിഷം നിങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു സങ്കടം വന്നത് അല്ലേ? ഓക്കെ, യെസ്. വേറെ കാര്യങ്ങളുണ്ട്. ഇതിൽ എത്ര പേര് നന്നായിട്ട് സംസാരിക്കും? തനിക്ക് ഉണ്ടായ ഒരു മൊമെന്റിനെ പറ്റി എങ്ങനെയൊക്കെ നിങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് സംസാരിക്കും? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി തന്നത്. പിന്നെ നിങ്ങളിപ്പോ പരസ്പരം നിങ്ങളുടെ കൂട്ടുകാരെ എന്താണെന്നുള്ളത് കുറെ പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും അല്ലേ? പരസ്പരം ആരെങ്കിലൊക്കെ എന്തൊക്കെ ഫീലിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഏതൊക്കെ മൊമെന്റിലൂടെയാണ് അവർ പോകുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻ കടന്നു എന്നൊക്കെ കുറെ പേർക്ക് നമുക്കിപ്പോ ഇന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ കുറച്ചും കൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടോ അല്ലെ? നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളായത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് എല്ലാവരും പഞ്ചപാവങ്ങളാണെന്നാണ് തോന്നിയത്. എന്നുവെച്ചാൽ അധികം കട്ടിയില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് ആണോ? പാവങ്ങളാണ് ആണോ? അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ടീച്ചറെ. എങ്കിലും നമ്മളൊരു സമയം വരുന്ന സമയത്ത് എല്ലാവരും പാവങ്ങളാണ് അല്ലെ? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെല്ലാവരും അതങ്ങനെയാണ്, മനുഷ്യരല്ലേ, എങ്ങനെയാണ്. അപ്പൊ എല്ലാവരും കൂടുതൽ ഒന്നും കൂടി അടുത്തറിയാൻ പറ്റി. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറില്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ക്ലാസ്സിന് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട്. അതാണ് കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. കുട്ടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ടന്റ് പഠിപ്പിക്കാൻ പാടുള്ളൂ. കയറി ചെല്ലുന്ന ദിവസം തന്നെ ക്ലാസ് എടുക്കരുത്, ഒരിക്കലും ക്ലാസ് എടുക്കരുത്. കുട്ടികളെ മനസ്സിലാക്കുക, അവരെന്താണ്, അവർക്ക് നിങ്ങളിൽ എല്ലാവരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ? നിങ്ങൾ എല്ലാവരും വ്യത്യാസങ്ങളുണ്ട്, പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയതാണ്, പല അനുഭവങ്ങൾ ഉണ്ടായവരാണ്. ഓക്കെ, എല്ലാ ഇമോഷനിലും ഏറ്റവും അറ്റം വരെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അല്ലെ? ഇമോഷൻസ് തകർന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ കുറച്ചുകൂടെ അറിയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം പരസ്പരം നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാൻ പറ്റിയതില്. പക്ഷെ കരഞ്ഞപ്പോ ഒരു വിഷമം തോന്നി കേട്ടോ. അത് എനിക്കറിയാം, ഇതിലും കൂടുതൽ കരച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലാസ്സിൽ ഇത് ചെയ്തപ്പോ. ഈ കരഞ്ഞിട്ട് കരച്ചിൽ നിർത്താത്തവരുണ്ടായിട്ടുണ്ട്. എന്തോ എനിക്ക് സന്തോഷം കുറേയുണ്ട്. ഒരു നെറ്റിൽ ഒതുക്കാൻ പറ്റില്ല, എനിക്ക് കുറേ ഉണ്ട്. അതുപോലെ എണ്ണ വെച്ചാൽ സങ്കടങ്ങളുണ്ട്, അതേപോലെ തന്നെ സന്തോഷങ്ങളുണ്ട്. വീട്ടില് എനിക്ക് മോനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനുണ്ട്. എന്താണ്? മോനാണോ? എത്രയല്ല പഠിക്കുന്നത്? മോനാണോ? ആ മോനാണ്. മോനിപ്പോ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹലോ മാം, കൊടുങ്ങല്ലൂര് എവിടെ വീട്?
കൊടുങ്ങല്ലൂരല്ല, പറവൂരാണ്. പറവൂര്. പറവൂരെ മൂകാംബിക അമ്പലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മൂകാംബിക, ദക്ഷിണ മൂകാംബിക. മൂകാംബിക അമ്പലത്തിന് തൊട്ട് പുറകിലാണ് വീട്. ഓക്കെ. ഓക്കെ. കുഞ്ഞുണ്ടായ സമയം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? കുഞ്ഞിനെ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് കണ്ട ഫേസ് ഇപ്പോഴും ഓർമ്മയുണ്ടാവും എല്ലാവർക്കും? ഫസ്റ്റ് കണ്ട മൊമെന്റിലുള്ള കുഞ്ഞിന്റെ ഫേസ് എല്ലാവർക്കും അതാണ് നമ്മുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് അല്ലേ? അതായത് ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ എനിക്ക് നോർമൽ ആയിരുന്നു. കുഞ്ഞ് വരുന്ന സമയത്ത് ആ പെയിൻ പോവുകയാണ് അല്ലെ? കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ പെയിൻ പോകുന്നത് നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ? അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും. കുഞ്ഞ് പുറത്തേക്ക് വരുന്ന നിമിഷം ആ പെയിൻ പോയി. എത്ര നേരം ഉണ്ടായിരുന്ന പെയിൻ? എനിക്ക് 2 ദിവസം പെയിൻ ഉണ്ടായി. 2ാമത്തെ ദിവസം രാത്രിയാണ് ഡെലിവറി വന്നത്. ആ സമയത്ത് ആ പെയിൻ പോകും. പിന്നെ കാണുന്ന കുഞ്ഞിന്റെ ഫേസ് ഇപ്പോഴും അത് ഞാനിങ്ങനെ പ്രീഷ്യസ് ആയിട്ട് കൊണ്ടെടുക്കണം. ആ മുഖം മാറില്ല നമുക്ക് എപ്പോഴും. എത്ര വലുതായെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആ മുഖത്തോട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. അതൊരിക്കലും ഒരു ഓർമ്മയിൽ നിന്ന് പോയി നശിച്ചു പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സമയം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അന്ന് ഒരാള് പോലും ഫോട്ടോസ് പോലും എടുത്തു വെച്ചില്ല ആ ഒരു സമയം. പക്ഷെ എന്റെ മനസ്സിലത് സൂക്ഷിക്കുന്നതാണ് എന്റെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്. അല്ലാതെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് മോണ്ടിസോറി ഫീൽഡിലോട്ട് വന്നത്. ഇവിടെ സന്തോഷങ്ങൾ തന്നെയാണ്. സങ്കടങ്ങളുണ്ട്, അത് വേറെ വഴി. എല്ലാവർക്കും സങ്കടങ്ങളും അതൊക്കെ എല്ലാവരും മിക്സ്ഡ് ആയിട്ടുള്ള ലൈഫാണ് അല്ലെ? പോട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വേദനിച്ചോ? എന്തെങ്കിലും ചോദിച്ച് പറഞ്ഞതില് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് വേദനിച്ചോന്നില്ലല്ലോ? ഇല്ല മാം. കരുതിയോ? അവരൊക്കെ ഞങ്ങളെ ബാച്ചിലുള്ളവരൊക്കെ നല്ല ഇതുള്ള ആൾക്കാരുകളും നമ്മൾ കരുതി. എല്ലാവരും സന്തോഷം കേട്ടൊക്കെ നമ്മളൊക്കെ ഒരുപോലെ തന്നെയാണ്, എല്ലാവരും ഒരേപോലെയാണ് എന്ന് ഇതിട്ട് കിട്ടി. അതെ, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ പിന്നെന്ന് വെച്ചാല് നമ്മളെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവര് കോൺവൊക്കേഷൻ നടത്തുന്നത്? സെറമണീസ് കണ്ടിട്ടില്ലേ? വീഡിയോസ് കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട് മാം. നമ്മള് പേഴ്സണലി എങ്കിലും നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ അന്നത്തെ ദിവസം നമ്മൾ കാണുന്ന സമയത്ത് അതിനൊരു സുഖം ഉണ്ടാവില്ല. പരസ്പരം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു മൊമെന്റിലാണ് നമ്മൾ കാണുന്നത് അല്ലെ? ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങള് കോൺവൊക്കേഷൻ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഒരു പരിചയമില്ലാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്റെ ടീച്ചറാണ്, ജസ്റ്റ് കണ്ടു പോകുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞ അധ്യാപനത്തിന്റെ രീതി. പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ടീച്ചറിനും ഒരേപോലെ തന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന വിഷയം ഇഷ്ടപ്പെട്ട് പഠിക്കുകയുള്ളൂ. ക്ലാസ് റൂമിന് ഒരു ജീവൻ ഉണ്ടാവുള്ളൂ അല്ലെ? അല്ലാത്ത പക്ഷം വെറുതെ ഒരു പാവകളെ പോലെ നമുക്ക് വേണ്ട ഓൺലൈൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ക്ലാസ് കേൾക്കാം. അതിലും നല്ലതല്ലേ നിങ്ങൾ പണ്ട് പഠിച്ച അതേ ഓഫ്ലൈൻ ക്ലാസ്, അതേ ക്ലാസ് റൂമിലേക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു അവസരമല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ മിക്ക ക്ലാസ്സുകളിലൂടെ കൊടുക്കാറ്. പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി പോകും. ഓക്കെ. അപ്പൊ ആ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ആയിരിക്കും തമ്മിൽ ഈഗോ ക്ലാഷസോ അങ്ങനെ ഒന്നും ക്ലാസ് റൂമിൽ ഉണ്ടാവരുത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്ത് പോകണം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ. അപ്പൊ ആരാണ് ഇതിന്റെ അഡ്മിൻ? ആരാണ് വാട്സപ്പിന്റെ? റസ്മിനാണോ? ഞാനാണ്. സുറുമിയാണ്. സുർമിയാണ്. ഓക്കെ. സുർമിയുടെ ഫേസ് എനിക്ക് ഓർമ്മയുണ്ടോ? എന്താ സുർമിയുടെ ഫേസ് ഒരു ട്രെയിനർ, എനിക്കറിയാം, ആര്യ ഗോപാലകൃഷ്ണൻ എന്ന ഒരാളുണ്ട്. ആർട്ടിസ്റ്റ് ആണ്, ട്രെയിനറാണ്, ഫിസിക്കൽ ട്രെയിനറാണ്, ഡാൻസറാണ്. അതേ ഫേസ് തന്നെയാണ് സുർമിക്ക്. ഞാൻ അതാണ് അന്ന് കണ്ടപ്പോൾ തന്നെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ആര്യ ബാലകൃഷ്ണൻ കണ്ടിട്ടുണ്ടോ? അറിയാം. അത് അറിയില്ലേ? നോക്കി സുർമിനെ അതെ. കുറച്ച് വെയിറ്റ് കുറച്ചാൽ കറക്റ്റ് ആണ്. ഫേസിൽ കുറച്ച് വെയിറ്റ് കുറച്ചാൽ കറക്റ്റ് ആണ്. സുർമി സംസാരിച്ചിരുന്നോ? പറഞ്ഞല്ലോ. ആദ്യം അറിഞ്ഞത് മാം. ഓക്കെ. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെയൊക്കെ നിമിഷം പങ്കുവെച്ചത് ഒരുപാട് സന്തോഷം. ബാക്കിയുള്ളവരോട് ഇനി വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ വന്നത് പിക്കുന്നതാണ് കേട്ടോ സെഷൻ. താങ്ക് യു മാം. സൈൻ ഔട്ട് ഉണ്ടോ? യെസ് മാം. ഷിൽജി. ഷിൽജി പറഞ്ഞോളൂ. മനസ്സിനക്കരെ എന്ന ഫിലിമിലെ ഇളയരാജ രചിച്ച MG ശ്രീകുമാർ പാടിയ മറക്കുടയാൽ മുഖം മറയ്ക്കും. മറക്കുടയായി മുഖം മറയ്ക്കും മാനെല്ലാം, മഷിക്കറുപാൽ മിഴി എഴുതും മീനെല്ലാം,
പൂനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലെ കുറുമ്പിന്റെ മറക്കുടയായി മുഖം മറയ്ക്കും മാനെല്ലാം മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനെല്ലാം മുണ്ടകപ്പാടത്തെ മുത്തുമ്പ വീഴവും കൊയ്യാനെത്തണ പ്രാവാണ് തങ്കക്കിടാക്കളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാടണ പാട്ടാണ് പാലാടി തിങ്കൾ വന്നു കൊണ്ടുവന്ന പാൽക്കുടം പൂക്കാലമെന്റെ ചുണ്ടിലുമ്മ വെച്ച തേൻകണം ഉള്ളിനുള്ളിൽ തുമ്പി തുള്ളും ചെറുപ്രായം മറക്കുടയായി മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. താങ്ക് യു മാം. Okay, thank you, Suji. Thank you so much. Have a nice day. Okay, ma'am. Thank you. Thank you, ma'am. Thank you.